നിന്റെ ഉപ്പ എന്തിനാ എന്നെ മകനാന്ന് പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ അയാൾക്ക് തലയ്ക്ക് വട്ടായിരിക്കും, അല്ലെങ്കിൽ നീ അയാൾ നമ്മളുള്ള പ്ലാൻ ആയിരിക്കും. ലക്കി ഫുക്രി ബംഗ്ലാവിലേക്ക് വന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് ഉപ്പാക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ അലിഗറിൽ പഠിക്കുമ്പോ നാട്ടിൽ നിന്ന് അവിടെ പഠിക്കാൻ വന്നൊരു സുഹൃത്തിന്റെ കൂടെ ഓടിപ്പോന്നതാ ലക്കി. എന്റെ ആ സുഹൃത്ത് ലക്കിയാണെന്നാ ഉപ്പ വിചാരിച്ചിരിക്കുന്നത്. ഓഹോ, അപ്പൊ അവനിട്ട് കിട്ടേണ്ട ഇടിയാണ് ഞാൻ ഈ മേടിച്ചോണ്ടിരിക്കുന്നേ. നീ കാണുന്ന പോലെ അത്ര പാവൊന്നുമല്ലല്ലോ. ഇതൊരു പോക്കാ ലക്കി. എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കും അറിഞ്ഞൂടാ. ലക്കിക്ക് പേടിയുണ്ടോ? മുന്നും പിന്നും നോക്കാനല്ല എനിക്കെന്ത് പേടിക്കാൻ. എന്തായാലും നിന്റെ ഉപ്പയെ നേരാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തിരിച്ചില്ലുമ്പോ നമ്മളെ വാടകപ്പേരെ അവിടെ ഉണ്ടായാൽ മതി. ആടെ ഇവിടെ എവിടേക്ക് പോണു? നിങ്ങൾ പേടിക്കണ്ട, ക്ലാര വീട് വേറെ ആർക്കും വാടകയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുങ്ങുന്ന ഉറപ്പായി. മൂന്നാളും വണ്ടിയിലേക്ക് കയറിക്ക. നമ്മള് നടന്നോളാം. ഇവൻ വണ്ടിക്കാരെ ഛർദിക്കും, അതാണ്. ഇന്നാളെ ഒരു ദിവസം വയറ് കളിക്കി. ഓടിക്കടാ! ചേട്ടാ ചേട്ടാ വണ്ടി വണ്ടി വണ്ടി. ഈ വട്ടന്റെ ഓട്ടോ അടിച്ച് പയ്യത്താണ് കിടന്നത്. ആ അരിക്കുറി കൊടുക്കുന്നതാ. ഒന്ന് കേറ വണ്ടിയില്. ആയിക്കോട്ടെ, ഞാൻ കേറി. കഷ്ടമാണ്. മര്യാദക്ക് പറയുന്നതാണ് നല്ലത്. എന്റെ മകൾ ആലിയ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണ്. ഈ ആലിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഞങ്ങൾക്ക് അറിയില്ല, ലക്കിക്കും അറിയില്ല. സത്യം പറയണം, എന്റെ മകൾ ആലിയ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് അറിയില്ല, ഞമ്മക്ക് അറിയില്ല. നിന്റെ കൊണ്ടൊക്കെ എന്തിനാ ഇവരായിട്ട് ഉപദ്രവിക്കുന്നത്? ആലിയെ പറ്റി അറിയണമെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. ആലിയെ പറഞ്ഞിട്ട് തന്നെയാ നിങ്ങളുടെ മകനായി ഞാൻ അഭിനയിക്കുന്നത്. അത് അവളോട് ഞാൻ ചോദിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആലിയുടെ കാമുകൻ ഞാനല്ല. പക്ഷെ ഞാൻ വിളിച്ച അവരിവിടെ വരും. അതിനു മുമ്പ് നിങ്ങൾ എന്റെ കൂടെ വന്ന് ഉപ്പാപ്പയെ കാണണം. വൈരാഗ്യം പറഞ്ഞ് രണ്ടുപേരും ഒന്നിക്കണം. അതല്ല ഉപ്പാപ്പയോട് പ്രതികാരം ചെയ്യാനാണെങ്കിൽ ആലിയെ എന്നേക്കുമായി മറക്കേണ്ടി വരും. വാടാ. എന്റെ മകളെ വെച്ച് നീ എന്നോട് വിലപേശത്തോളാം. അവിടെ വെച്ച് കൊണ്ടതുപോലെ ആവില്ല. നീ തിരിച്ചതല്ലാതിരിക്കാൻ നിങ്ങൾ എന്നെ ഉപ്പൊന്നുമല്ലല്ലോ.